ആര്യാടൻ ഷൗക്കത്ത് നിന്നാലും VS ജോയി നിന്നാലും അവിടെ വിജയിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ അവർക്ക് ഈസി വാക്ക് ഓവർ ഉണ്ടാവും. LDFനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ കിട്ടിയ വിവരം 25ഓളം പേരുടെ ലിസ്റ്റുകളാണ് 2 ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റിയുമായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. സത്യത്തിൽ BJPയും CPM-ഉം ഈ തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചിട്ടില്ല. BJPക്ക് CPM ഒരു ടൈമും കൂടി ഭരിച്ചോട്ടെ എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഇപ്പോൾ ആരെയും നമ്പാനും വയ്യ. അൻവറിനും അതൊന്നും കുറവുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് മയങ്ങിയത്. പാർട്ടിയോട് സ്നേഹം ഉണ്ടെങ്കിലും പിണറായിസം കൊലയട്ടെ എന്നൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവർ രാഷ്ട്രീയ അഹങ്കാരം കാണില്ല. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് സ്വാഗതം. ഒടുവിൽ കാത്തിരുന്ന് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ 19-നാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത്. ജൂൺ 23-ന് വോട്ടെണ്ണൽ നടക്കും. എങ്ങനെയായിരിക്കാം നിലമ്പൂരിന്റെ വിധി? നമ്മൾ ഈ ഇപ്പോൾ എടുക്കുന്ന ഈ ചർച്ച എയർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആരെങ്കിലും കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കുമോ എന്ന് സംശയിക്കുന്ന സമയമാണ്. മിക്കവാറും നാളെ ഉണ്ടാവുകയുള്ളൂ. അവിടെ UDFനെ സംബന്ധിച്ചിടത്തോളം 2 പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ് ചർച്ച. ഇപ്പം അതിനിടെ കൂടി അതായത് ആര്യാടൻ ഷൗക്കത്ത് നിന്നാലും VS ജോയി നിന്നാലും അവിടെ വിജയിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിലമ്പൂർ മണ്ഡലത്തിൽ അവർക്ക് ഈസി വാക്ക് ഓവർ ഉണ്ടാവും. VS ജോയി നിന്നാൽ ഭൂരിപക്ഷം കുറച്ചുകൂടി കൂടുതൽ കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആര്യാടൻ ഷൗക്കത്ത് നിന്നാലും അവിടെ ജയിക്കും. അത് ഫാക്റ്റാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പൊരിക്കലും പറഞ്ഞത് 1 ഡസനോളം പേരുകൾ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കിട്ടിയ വിവരം 25ഓളം പേരുടെ ലിസ്റ്റുകളാണ് 2 ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റിയുമായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുള്ളത്. പല മേഖലയിലുള്ള ആളുകളുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ LDFനെ പെട്ടെന്ന് ഒരാളിലേക്ക് എത്തും. അതിന് സംശയമൊന്നുമില്ല. മണിക്കൂറുകൾക്കുള്ളിൽ അവരും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം BJP ഇന്ന് നിലപാടെടുക്കുന്നുള്ളതാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞത് സ്ഥാനാർത്ഥിയെ നിർത്തണോ എന്ന കാര്യം ആലോചിക്കും. കാരണം ഒരു ടേം കിട്ടാനില്ല, ആകെ 6 മാസം കാലാവധിയെ കിട്ടുന്നുള്ളൂ എന്നുള്ളതൊക്കെയാണ്. സത്യത്തിൽ BJPയും CPM-ഉം ഈ തെരഞ്ഞെടുപ്പ് ആഗ്രഹിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചതൊക്കെയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കേന്ദ്രം ഭരിക്കുന്നവർക്ക് വരെ മേലൊക്കെ സ്വാധീനം ഉണ്ടാവുമല്ലോ. പക്ഷേ PV അൻവർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കത്ത് കൊടുക്കുകയും അതോടൊപ്പം ഞാൻ കോടതിയെ സമീപിക്കുമെന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായ ഈ മേഖലയുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുടെ അടുത്ത് നിയമോപദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് PV അൻവർ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ BJPയും CPM ആഗ്രഹിച്ചതിൻ്റെ പിന്നിലുള്ള കാര്യം, ഈ തെരഞ്ഞെടുപ്പ് നടന്നാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെമിഫൈനലാണ്. സെമിഫൈനൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂരിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നത്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും ഒക്കെ പോയത് അവരുടെ സിറ്റിംഗ് സീറ്റുകളല്ല പോയത്. പാലക്കാട് ഒന്നും അതൊക്കെ UDF ജയിച്ച സീറ്റാണ്. അവരുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ചേലക്കര കേരളകൃഷ്ണൻ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചപ്പോൾ അവർക്ക് മത്സരിച്ച് വിജയിക്കാനും നിലനിർത്താൻ പറ്റി. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവരെ കയ്യിലുള്ള സീറ്റ് UDF പിടിച്ചെടുക്കുന്ന സ്ഥിതിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും മുമ്പും പറയാറുണ്ട്, BJPക്ക് CPM ഒരു ടൈമും കൂടി ഭരിച്ചോട്ടെ എന്നുള്ളതാണ്. മിഷൻ 2031 അവരുടെ ലക്ഷ്യം. 2031 കേരളം പിടിക്കുക. അത് പിടിക്കണം എന്നുണ്ടെങ്കിൽ UDFന് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാവാതിരിക്കുക. UDF കേരളത്തിന് തിരിച്ചു വരാതിരുന്നാൽ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അത് സ്വാധീനിക്കും. നോർത്ത് ഈസ്റ്റിലോ നോർത്തിലോ കൗ ബെൽറ്റിലോ ഒന്നും ഇപ്പോൾ ഇവർക്ക് വലിയ സ്വാധീനമില്ല. രാജസ്ഥാൻ പോയി, ബാക്കിയുള്ള പഞ്ചാബ് പോയി, ഓരോ സംസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടു. ദില്ലിയിലും ഒരു പ്രസക്തിയില്ല. അങ്ങനെ നിൽക്കുമ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എങ്ങനെയെങ്കിലും ഒരു മൃതസഞ്ജീവനി എന്ന രീതിയിലാണ് കേരളത്തിൽ 2026 തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്നുള്ളത് കോൺഗ്രസിന് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതില്ലാതാക്കി കഴിഞ്ഞാൽ തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ BJPക്ക് അവരുടെ മുന്നണിക്ക് തിരിച്ചു വരാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവിടെ CPM ജയിക്കണം 2026 എന്ന് അവർ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം ഫലവത്താവും എന്നുള്ള അറിയില്ല. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ നോക്കിയത് BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പല മണ്ഡലങ്ങളിലും നല്ല രീതിയിലുള്ള വോട്ട് ഷെയർ കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുത്തു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കുറഞ്ഞ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒപ്പത്തിനൊപ്പമാണ് 3 പേരും തമ്മിലുള്ള മത്സരം ഉണ്ടായിരുന്നത്. നമ്മുടെ അടൂർ പ്രകാശ് കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചത്. അങ്ങനെയൊക്കെ ഒരു ഗ്ലാമറിൽ നിൽക്കുമ്പം നിലമ്പൂരിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത മണ്ഡലമാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പം അവർക്ക് ഇപ്പോൾ അവിടെ നിർത്താൻ പറ്റിയൊരു കാൻഡിഡേറ്റ് ഇല്ല. പിന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആരെങ്കിലും നിർത്താൻ പറ്റുമെന്നുള്ളത് നോക്കുക. അപ്പോൾ അതുകൊണ്ട് അവർ നിർത്താതിരിക്കുകയും അവർക്ക് പറയാനുള്ള ന്യായീകരണം ആകെ 3 നിയമസഭാ സമ്മേളനങ്ങളാണ് സെഷനാണ് കിട്ടുക. അതേപോലെ ബജറ്റ് എന്ന് പറയുന്നത് പോലും പരിപൂർണമായൊരു സെഷനല്ല, ഇടക്കാല ബജറ്റാണ്. സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്ന് ഒരു ന്യായം പറഞ്ഞ് അങ്ങനെ മെല്ലെ മാറുകയും, അങ്ങനെ വന്നാൽ അവരുടെ വോട്ട് കേഡർ വോട്ടുകൾ, അല്ലാത്ത വോട്ടുകളൊന്നും കിട്ടില്ല. കേഡർ വോട്ടുകൾ, അവർ പറഞ്ഞാൽ നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വോട്ടുകൾ ഒക്കെ ആ മണ്ഡലത്തിൽ അത്യാവശ്യമുണ്ട്. അവിടെ ഉള്ളവർക്ക് കിട്ടുന്ന വോട്ടുകളിലേറെയും അവരെ കേഡർ വോട്ടുകളാണ്. ആ വോട്ടുകൾ നേരെ CPM സ്ഥാനാർത്ഥിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള സാധാരണ BJP അനുഭാവികൾ അവരെ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ ഒന്നുകിൽ വോട്ട് ചെയ്യാൻ പോവില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർ UDFന് വോട്ട് ചെയ്യും. കാരണം പിണറായിസത്തോടുള്ള എതിർപ്പുണ്ട്. അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി പരിഗണനയിൽ UDFൻ്റെ ലിസ്റ്റിൽ UDFനെ സംബന്ധിച്ചിടത്തോളം 2-ൽ ഒരാളാണ്. ഇപ്പോൾ കെ മുരളീധരൻ്റെ പേരൊക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. സന്ദീപ് വാര്യരുടെ പേര് വരുന്നുണ്ട്. സന്ദീപിന് നിൽക്കാൻ പറ്റിയ മണ്ഡലം എൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ മണ്ഡലമാണ് നിൽക്കാൻ പറ്റിയൊരു മണ്ഡലം. അല്ലെങ്കിൽ തവനൂരിൽ PV അൻവറിന് ആ സീറ്റ് മാറ്റിവെച്ചിട്ടില്ലെങ്കിൽ, തൃണമൂൽ കോൺഗ്രസിന് കൊടുത്തിട്ടില്ലെങ്കിൽ തവനൂരിൽ നിർത്താൻ പറ്റും സന്ദീപ് വാര്യരെ. ലീഗുകാർ വിജയിപ്പിച്ചോളും. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയും കൂടി മത്സരിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, മത്സരിക്കാനായിട്ടുള്ളൊരു ജന്മം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും.
അതേസമയം മൂപ്പര് ചെയ്യേണ്ടത് 2026 വട്ടിയൂർക്കാവിൽ വീണ്ടും തിരിച്ചു പോയി കഴിഞ്ഞാൽ, കാരണം അവിടെ മുരളീധരന് സ്വന്തമായിട്ട് വോട്ട് ബാങ്കുണ്ട്. മുരളീധരൻ മാറിയപ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ അവർ ഓരോരുത്തരൊക്കെ കൊണ്ടുവന്ന് ഒരു സീരിയൽ നടിയെ കൊണ്ടുവന്നിട്ടു, അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അതുകൊണ്ടൊന്നും കാര്യമില്ല. വി രാജേഷ് അവിടെ നന്നായിട്ട് വോട്ട് പിടിക്കുന്ന അവസ്ഥയ്ക്ക് എത്തി. വട്ടിയൂർക്കാവിൽ 2026 മുരളീധരൻ നിന്നാൽ മത്സരിച്ച് ജയിക്കാനും പറ്റും, ഒരു പക്ഷേ UDF മിനിസ്റ്റർ വന്നാൽ മന്ത്രിസഭയിൽ എത്താനും പറ്റും. മുരളീധരനൊക്കെ കൊണ്ടുവരാൻ നല്ല ഓപ്ഷനല്ല. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തും BS ജോയും രണ്ടുപേരും നല്ല കാൻഡിഡേറ്റ്സ് ആണ്. ആര്യാടൻ ഷൗക്കത്ത് സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, തിരക്കഥാകൃത്താണ്, ചലച്ചിത്ര നിർമ്മാതാവാണ്. അതും ആ രണ്ട് സിനിമകളുടെ തിരക്കഥ എഴുതിയപ്പോഴും അത് ആലോചിക്കേണ്ടത് യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിനകത്ത് നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ ദൈവനാമത്തിലും പാഠമൊന്നൊരു വിലാപവും ശരിക്കും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ബാല്യവിവാഹം ഉൾപ്പെടെയുള്ള സാധനങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പം അത് ഇവരെ വല്ലാതെ ഈ യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നവോത്ഥാന മൂല്യമുള്ള സൃഷ്ടികളാണ് ആര്യാടൻ ഷൗക്കത്ത്. നല്ല വായനയുണ്ട്, നല്ല എനിക്ക് പിന്നെ വ്യക്തിപരമായിട്ട് നന്നായിട്ട് അറിയാവുന്നതാണ്, നല്ല വായനയുണ്ട്. ഈ മാർക്സിയൻ ദർശനത്തെക്കുറിച്ച് പോലും മാർക്സിസ്റ്റുകാർക്ക് അറിയാത്ത അത്രയും ആഴത്തിൽ പഠനം നടത്തുന്ന ഒരാളാണ്. ജ്യോതിർഗമയ എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി സമ്പൂർണ്ണ സാക്ഷരത കൊണ്ടുവന്നു. 60 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും അക്ഷരം പഠിപ്പിച്ചു. അവർക്ക് 4ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടി. അങ്ങനെ പ്രഖ്യാപിച്ച ആദ്യത്തെ ഗ്രാമമാണത്. മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ഒരുപാട് മുനിസിപ്പൽ ചെയർമാനാകുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന CPM-ന്റെ ജോർജ് കെ ആൻ്റണി ആയിരുന്നു. അവിടെ CUT-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് കെ ആൻ്റണി പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി ആദരിച്ചുകൊണ്ട് അദ്ദേഹവുമായി എന്ത് കാര്യത്തിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് കൗൺസിലിൽ ഭൂരിപക്ഷമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ജാട കാണിക്കാൻ പോകാതെ അദ്ദേഹത്തെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്തത് എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. പല കാര്യങ്ങളെക്കുറിച്ച് താഴത്തുള്ള അറിവും പിന്നെ വായനയും ഒക്കെയുള്ള ഒരാൾ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത്. അദ്ദേഹം പിന്നെ മുനിസിപ്പൽ ചെയർമാനായി ഇപ്പം അവിടെ നിലമ്പൂർ അർബൻ ബാങ്കിൻ്റെ ചെയർമാനാണ്. ആ രീതിയിലും പല കാര്യങ്ങൾക്കകത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ ആദിവാസികൾ വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടി ഒപ്പത്തിനൊപ്പം എന്നുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു. അവർക്ക് രാവിലെ ഭക്ഷണം എത്തിക്കുക, അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കുക, അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ പിന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇടപെടുക, അവരെ ഗൈഡ് ലൈൻ ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ 60 വയസ്സിന് താഴെയുള്ളവർക്കുള്ള വിദ്യാഭ്യാസ പദ്ധതി നടത്തിയപ്പം പലർക്കും അപ്പോഴാണ് അക്ഷരം വായിക്കാൻ പറ്റുന്നില്ല, കണ്ണിൻ്റെ ഇതാണെന്ന്. അപ്പം ഈ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുകയും അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് സംഭാവന ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിഷണറി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിനകത്തുള്ള ഇപ്പോഴുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ മുൻതൂക്കമുള്ളത് മണ്ഡലം കമ്മിറ്റികളിൽ 80% മണ്ഡലം കമ്മിറ്റികളും നിർദ്ദേശിച്ചിട്ടുള്ളത് BS ജോയിയുടെ പേരാണ്. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എങ്ങനെ തീരുമാനം എടുക്കുന്നുള്ളത് നമുക്കറിയില്ല. ആര്യാടൻ ഷൗക്കത്തിന് ചില വൈരാഗ്യ ബുദ്ധിയുള്ള പഴയകാലത്തെ പല ബിസിനസ് തർക്കങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളുടെയൊക്കെ പേരിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ ബൂമിംഗ് ടൈമിലുണ്ടായിട്ടുള്ള ചില ഇഷ്യൂസിൻ്റെയൊക്കെ പേരിൽ ആര്യാടനെ തോപ്പിക്കാൻ വേണ്ടി പൈസ മുടക്കാൻ അത്രയും തയ്യാറാണ് എന്ന് വരെ പറഞ്ഞ് പല ആൾക്കാരും നമ്മളോട് വരെ സംസാരിച്ചിട്ട് നിങ്ങൾ സ്റ്റോറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വ്യക്തിപരമായിട്ട്. അതേപോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പല മണ്ഡലം പ്രസിഡന്റുമാരും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നം. 2 ലീഗിനെതിരെ ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൗക്കത്തും ഒരു കാലഘട്ടത്തിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. അതും ഒരു പുരോഗമന ബോധത്തിൻ്റെ ഭാഗമായിട്ട്. അന്തരിച്ചു പോയ പാണക്കാട് മുൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളുടെ ജ്യേഷ്ഠൻ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ ആര്യാടൻ മുഹമ്മദ് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു ശിഹാബിനോട് പോയി പണി നോക്കാൻ പറയുന്നൊക്കെ പറഞ്ഞു. ശിഹാബിനോട് ചോദിക്കും, ശിഹാബ് നമുക്ക് എല്ലാവരും തങ്ങളെന്നാ പറയുക. അപ്പം അങ്ങനെ ഒരു ഒറ്റയാനായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദാണ് മലബാറിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ വാക്ക്. കേരള രാഷ്ട്രീയത്തിൽ തന്നെ ആന്റണി ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടാകുമ്പോഴും അവരുടെ എല്ലാം ബുദ്ധി കേന്ദ്രം ആര്യാടനായിരുന്നു. ആന്റണിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആര്യാടനും അതേപോലെ ജനകീയനായിട്ട് ഉമ്മൻചാണ്ടി കൂടെ ഒന്നുണ്ടാകും. ഇല്ലെങ്കിൽ ആന്റണി ഇല്ല. ആന്റണി ഒരു ഊതി ഉറപ്പിച്ച ബലൂൺ എന്നേ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആര്യാടൻ്റെ മകനാണ്. പക്ഷേ ലീഗുകാർക്ക് അതിലുള്ള അതൃപ്തി ഇത് ഒരു വാശിയേറിയ മത്സരമാകുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. എന്നാൽ അവർക്കും താല്പര്യം, ഇപ്പോൾ അവരുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തൽ അങ്ങനെയുള്ള പിന്നെ അവിടുത്തെ മണ്ഡലം കമ്മിറ്റികൾ പലർക്കും താല്പര്യമുള്ളത് BS ജോയിയെ കൊണ്ടുവരാനാണ്. അത് ഇന്നർ പൊളിറ്റിക്സാണ്. PV അൻവറും BS ജോയിയുടെ പേരാണ് ആദ്യം തന്നെ അദ്ദേഹം രാജി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിർദ്ദേശിച്ചത്. കുടിയേറ്റക്കാരുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ണിൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ കൊണ്ടുവന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ കഴിയാതെ ഇങ്ങനെ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുക. പല ആൾക്കാരെ അവർക്ക് പരിഗണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയും. ഇവരിപ്പം പരിഗണിക്കുന്ന ഒന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണ റോയിയെ പരിഗണിക്കുന്നുണ്ട്. മുമ്പ് അവിടെ 2 തവണ ആര്യാടൻ മുഹമ്മദിനെതിരെ മത്സരിച്ച പ്രൊഫസർ തോമസ് മാത്യുവിനെ പരിഗണിക്കുന്നുണ്ട്. അതൊക്കെ ഇപ്പുറത്ത് ആര്യാടൻ ഷൗക്കത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ അപ്പുറത്ത് നിർത്തുക എന്നുള്ളത് ക്രിസ്ത്യൻ വോട്ടുകളിലും ഉള്ള ഒരു ബെൽറ്റാണ് മലപ്പുറം ജില്ലയ്ക്കകത്ത്. കുടിയേറ്റ കർഷകരുടെ മേഖലയാണ്. മുസ്ലിം വോട്ടുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. BJPക്ക് ഗണ്യമായ വോട്ടില്ല. അപ്പോൾ CPM-ൽ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീമിനെ പരിഗണിക്കുന്നു. PK സേനയ്ക്ക് നിൽക്കാൻ താല്പര്യമുണ്ട്. സംസ്ഥാന കമ്മിറ്റി മെമ്പർ, മുൻ വനിതാ കമ്മീഷൻ അംഗം. ഒരുപാട് വലിയൊരു നിരയാണ്. U ഷറഫലിയുടെ പേര് ഉയർന്നു കേൾക്കുന്നു. ഒരു പക്ഷേ അവർക്ക് നിർത്താൻ പറ്റുന്ന ആൾക്കാർക്ക് അവിടെ മണ്ഡലത്തിൽ തന്നെയുണ്ട്. ഇപ്പോൾ അവിടെ ഒരു പ്രിയങ്ക ജോസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. 19 വയസ്സുണ്ടെന്ന് തോന്നുന്നു. സാമൂഹ്യ പ്രവർത്തകനാണ്. ഈ മദ്യാസക്തരായിട്ടുള്ള ആളുകളെ ഒക്കെ നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരിക, ഡി അഡിക്ഷൻ ക്യാമ്പുകളിലേക്ക് അവരെ അയക്കുക. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെയും വരുമാനത്തിൻ്റെയും വലിയൊരു പങ്ക് മാറ്റിവെക്കുന്ന. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കണ്ടെത്താൻ, പുതിയ ആൾക്കാരെ കണ്ടെത്താൻ ഉള്ള ഒരു ദീർഘവീക്ഷണം അവർക്ക് ഉണ്ടാവുന്നില്ല. പല സ്ഥലത്തും അവരങ്ങനെ ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ആരെയും നമ്പാനും വയ്യ. അപ്പുറത്തുനിന്ന് ഒരാളെ അടർത്തിയ ഡോക്ടർ KS മനോജിനെ
നിർത്തി BM സുധീരനെ ആലപ്പുഴയിൽ പരാജയപ്പെടുത്തി. KS മനോജ് പിന്നെ കോൺഗ്രസിൽ പോയി. സഖാവായിരുന്ന AP അബ്ദുള്ളക്കുട്ടി, അത്ഭുതക്കുട്ടിയാണെന്ന് പറഞ്ഞാൽ AP അബ്ദുള്ളക്കുട്ടി പിന്നെ കോൺഗ്രസ് വഴി BJPയിലെത്തി. ഇങ്ങനെ കൊണ്ടുവന്ന പല ആൾക്കാരും വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. PV അൻവർ പോയി. KT ജലീൽ ഒന്നും മിണ്ടുന്നില്ല എന്നേ ഉള്ളൂ. അതൃപ്തി ഉണ്ട് അദ്ദേഹത്തിന്, പല കാര്യങ്ങളോട് യോജിപ്പില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇവർ ശ്രദ്ധിക്കുന്നത് BS ജോയിയാണ് UDFന്റെ സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിനെ വലിക്കാൻ കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്തും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യാടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്നുണ്ടെങ്കിൽ അവർക്ക് BS ജോയിയെ വലിക്കാൻ കിട്ടില്ല. BS ജോയി ചെറുപ്പക്കാരനാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ വന്നാൽ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ DCC പ്രസിഡന്റുമാരിൽ ഒരാളാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. പിന്നെ വളരെ സാധാരണ സാഹചര്യത്തിൽ നിന്ന് പഠിച്ചു വരികയും പിന്നെ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ആര്യാടൻ ഷൗക്കത്ത് മാറിബാനിയസിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അദ്ദേഹവും വിദ്യാഭ്യാസപരമായിട്ട് നല്ല അക്കാദമിക് യോഗ്യതകളുള്ളതാണ്. BS ജോയി അതിനുശേഷം അദ്ദേഹം പിന്നെ +2 കഴിഞ്ഞ് പഞ്ചവത്സര LLBക്ക് പഠിക്കുമ്പോൾ പാർട്ട് ടൈം ജോലി എടുത്തിട്ടാണ് പഠിച്ചത്. അങ്ങനത്തെ സാഹചര്യത്തിലാണ്. അത് കഴിഞ്ഞിട്ട് KSUവിലെ ഒരു ഗ്രൂപ്പിലും പെടാതെ സ്വതന്ത്രനായി മത്സരിച്ച് ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് മാറി. പിന്നീട് A ഗ്രൂപ്പിൻ്റെ നോമിനിയായി, ഷാഫി പറമ്പിലിൻ്റെ പിൻഗാമിയായി KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. പിന്നെ DCC പ്രസിഡന്റ് ആവുന്നു, ഒക്കെ വരുന്നു. അപ്പം BS ജോയിയും ജനകീയനാണ്. ഇപ്പോൾ ജോയിയെ നിർത്തിയാൽ ആര്യാടൻ ഷൗക്കത്തിനെ വലിച്ചൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താമെന്നുള്ള പ്ലാനിങ്. അതായത് അവർ ജോയിയെ നിർത്തിയാൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ്, അവർ പിന്നെ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയാൽ ഒരു ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ നിർത്തുക എന്നുള്ളത്. ഇപ്പോൾ ജാതി മതം അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് കോൺഗ്രസിനും UDFനും ജോയിയെ ആരും ഒരു ക്രിസ്ത്യാനി മാത്രമായിട്ടോ ആര്യാടൻ ഷൗക്കത്തിനെ ആരും ഒരു മുസ്ലിം മാത്രമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ് അവരുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി. അതൊരു വലിയ മഹത്തരമായിട്ടുള്ള കാര്യം. അത് കോൺഗ്രസിന് അഭിമാനപൂർവ്വം UDFന് പറയാൻ പറ്റും, മുസ്ലിം ലീഗിന് പറയാൻ പറ്റും. മറ്റവരങ്ങനെയല്ല. മറ്റൊരു ഇത് നോക്കിക്കൊണ്ടിരിക്കുക, ജാതി തെരഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, പിന്നെ ഇതൊക്കെ പറയുമ്പോഴും എല്ലായിടത്തും ജാതി തെരഞ്ഞുകൊണ്ടിരിക്കുക, മതം തെരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു വിചിത്രമായ കാഴ്ചയുണ്ട്. ഈ രണ്ടുപേരിൽ ഒരാളെ നിർത്തിക്കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തും ഇനി ജോയി ആണെങ്കിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് പോയാൽ ആത്മഹത്യാപരമായ തീരുമാനമാണ്. ആര്യാടൻ ഷൗക്കത്തിന് 2026 UDFന്റെ ട്രെൻഡ്, അനുകൂലമായ ട്രെൻഡ് ഉണ്ടെങ്കിൽ ഇത്തവണ ഈ മണ്ഡലം പിടിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയിലേക്ക് LDF പോകും. കേരളം ആര് ഭരിച്ചാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒക്കെ കോർപ്പറേഷനുകളുടെ ബഹുഭൂരിപക്ഷം, മുനിസിപ്പാലിറ്റികളുടെ ബഹുഭൂരിപക്ഷം, ഗ്രാമപഞ്ചായത്തുകളുടെ ബഹുഭൂരിപക്ഷം, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ബഹുഭൂരിപക്ഷം ഭരിക്കാറുള്ളത് ഇടതുമുന്നണിയാണ്. ആ ചരിത്രത്തിന് ഒരു കടിഞ്ഞാൺ വരും ഇത്തവണ UDF നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ. അങ്ങനെ ഉണ്ടാകുമ്പം ശരിക്കും ചെയ്യേണ്ടത് ആര്യാടൻ ഷൗക്കത്ത്, ഇനി സീറ്റ് അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്ന സ്ഥിതിയുണ്ട്, ജോയി വരികയാണെങ്കിൽ പോലും ഒറ്റ പാക്കേജ് എന്നുള്ള രീതിയിൽ ജോയിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് DCC പ്രസിഡന്റ് സ്ഥാനത്ത് ആര്യാടൻ ഷൗക്കത്തിനെയും പ്രഖ്യാപിക്കും. അദ്ദേഹത്തിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുകിൽ തവനൂർ അല്ലെങ്കിൽ തിരുവമ്പാടി മുസ്ലിം ലീഗുമായിട്ട് വെച്ച് മാറിയിട്ട് തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം മുസ്ലിം ലീഗിന് വേറെ സീറ്റ് നൽകി തിരുവമ്പാടിയിൽ ഒക്കെ മത്സരിക്കാൻ പറ്റും ആര്യാടൻ ഷൗക്കത്ത്. അവിടെ ഒരു കാരണം സെക്യുലർ ഫേസാണ്. അങ്ങനെ അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ട്. പട്ടാഭിയിൽ മത്സരിക്കാൻ പറ്റും, ഒക്കെ പറ്റും. അപ്പോൾ സാധ്യതകൾ അടച്ച് കളയാതെ പിന്നെ ഒരു കൈവിട്ട കളിയിലേക്ക് അദ്ദേഹം പോവില്ല, ജോയിയും പോവില്ല എന്നൊക്കെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. BJP സംബന്ധിച്ചിടത്തോളം അവർ ചിലപ്പോൾ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. CPM ഇനി ഒരു പ്രതീക്ഷിതമായി നമ്മളെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റിനെ ഇറക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. അവിടെ ഇപ്പോൾ ഉള്ളവരിൽ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാണെങ്കിൽ തോമസ് മാത്യുവിനെ, ഷറോണ റോയിയെ നിർത്തുന്നതായിരിക്കും അവർ കുറച്ചുകൂടെ ഗുണം ചെയ്യുക. ജോയി സ്ഥാനാർത്ഥിയാണെങ്കിൽ ഷറഫലിയോ അല്ലെങ്കിൽ പാർട്ടി ഇപ്പോൾ DYFയുടെ ജില്ലാ പ്രസിഡന്റ് ഷബീറിനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന കാര്യത്തിൽ അവിടുത്തെ പൾസറിയാവുന്ന ആളെന്നുള്ള രീതിയിൽ എനിക്ക് സംശയമുണ്ട്. M സ്വരാജിനെ അവിടെ നിർത്തില്ല. M സ്വരാജ് നിന്ന് കഴിഞ്ഞാലും അവിടെ ഒരു സാധ്യതയില്ല. കാരണം പൊതുവെ കാറ്റ് UDFന് അനുകൂലമാണ്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായി CPMന്റെ പ്രവർത്തകർക്കിടയിൽ സ്വരാജിനോട് ഭയങ്കര വിയോജിപ്പുണ്ട്, എതിരഭിപ്രായമുണ്ട്. ഒരുപാട് പേര് നമ്മളോട് വിളിച്ച് സംസാരിക്കുന്നതാണ്. നിർത്തിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, തോപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള സ്വരാജ് നല്ല കഴിവുള്ള നല്ല ഡിബേറ്ററാണ്, കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് പറയുന്ന ആളാണ്. ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ പോലെ തന്നെ ആഴത്തിലുള്ള വായനയുള്ള ആളാണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നാട്ടിലുള്ള ആളുകൾക്ക്, അവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് സ്വീകാര്യനല്ല എന്നൊരവസ്ഥ ഉണ്ടാവുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് ഈ ചിത്രം തെളിയും. അവരെ കാത്തിരിക്കുക. അതായിരിക്കും നന്നാകാൻ എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഒരു അവസാന വാക്ക് പറയാതെ, നിലമ്പൂര് ആദ്യം തൊട്ടേ നമുക്ക് പറയാൻ പറ്റുന്നത് അൻവറിന്റെ കൈപ്പിടിയിലാണെന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം അൻവർ ആണ് നയിക്കുന്നത്. ആരെ തീരുമാനിക്കണം അല്ലെങ്കിൽ ആരെ മത്സരിപ്പിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം അൻവർ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. ഈ അൻവറിനെ ഈ ഇടതുപക്ഷം ഭയക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ല, അൻവറിനെ സ്വന്തമായിട്ടൊരു 10,000 വോട്ടിൻ്റെ അടുത്ത് പിടിച്ച് കാണിച്ചിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇരുമുന്നണികൾക്കുമെതിരെ മത്സരിച്ച് 10,000 വോട്ട് നിലമ്പൂർ മണ്ഡലത്തിൽ, 10,000 വോട്ട് വണ്ടൂർ മണ്ഡലത്തിൽ, 10,000 വോട്ടോളം തന്നെ ഏറനാട് മണ്ഡലത്തിൽ, അതേപോലെ ഏകദേശം 5,000-ഓളം വോട്ട് തിരുവമ്പാടി മണ്ഡലത്തിലൊക്കെ സ്വന്തമായി വോട്ട് പിടിച്ച ഒരാളാണ്. അൻവറിനൊരു ഫാൻ ബേസ് ഉണ്ട് അവിടെ. അൻവറിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പാർട്ടിക്കാരിൽ പലരും ഈ അൻവർ പിണറായി പോരാട്ടത്തിൽ പാർട്ടിയോട് സ്നേഹമുണ്ടെങ്കിലും
പിണറായിസം തൊലയട്ടെ എന്നൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നവർ രാഷ്ട്രീയ അഹങ്കാരം കാണില്ലേ. അൻവറിനും അതൊന്നും കുറവുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് മയങ്ങിയത്, ഒന്ന് അടങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ ഈ കൗബോയ് തൊപ്പിയൊക്കെ വെച്ച് മീശയും പിരിച്ചൊക്കെ ഇരുന്നിട്ട് നടന്നിട്ട് കാര്യമില്ല എന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായി. ആൾക്കാരുടെ ഇടയിൽ വെറുപ്പിക്കുന്നുള്ളത്. അൻവർ ജോയിയുടെ പേര് നിർദ്ദേശിച്ചെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാലും അൻവറിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്, നിലമ്പൂരിൽ CPM തോപ്പിക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ ഉള്ളൂ UDF ഭാഗമായിട്ട് നിൽക്കാനും അപ്പുറത്തൊരു ബർത്ത് കിട്ടാനുള്ള സ്പേസ് ഉള്ളൂ. അപ്പം അൻവർ കൈവിട്ട കളിക്ക് നിൽക്കില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്.